ഫാമിലി കൗൺസിൽ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉള്ളതിന്ന് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സർട്ടൻ ക്രൈറ്റീരിയാസ് അവരെ സെലക്ട് ചെയ്ത് ഈ കൗൺസിലായിരിക്കും പല കാര്യങ്ങളിലും പ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, ഒരു ക്ലാരിറ്റി കുറവുണ്ടാകുന്നു. അത് ആ കൗൺസിൽ കൂടി മീറ്റ് ചെയ്തിട്ട് ആണ് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ സക്സസറെ തിരഞ്ഞെടുക്കുന്നു, വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നു, ഷെയറിങ് വരുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇതിലൊക്കെ ഒരു അധികാരം എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഒരു അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫാമിലി കൗൺസിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫാമിലി കൗൺസിൽ പോലെ ഉണ്ടെങ്കിൽ പല ഡിസ്പ്യൂട്ടുകളും അത് വളർന്ന് വലുതായി വരുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷനും ഫാമിലി കൗൺസിലും കൂടി ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അത് റീഡ് ചെയ്ത് വേണ്ട രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ മനസ്സിലാക്കാനും ഒക്കെ ഈ ഫാമിലി കൗൺസിൽ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.